വംശബയിലേക്ക് കടന്നു വരുന്ന ആളുകളെ പറ്റിയിട്ട് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ഇവിടെ ഇതാ 10 വിഭാഗം ആളുകൾക്ക് അല്ലാഹുവിന്റെ കോപമുണ്ടാകുന്നതാണ്. ആ മഹ്ശറ ലോകത്ത് 10 വിഭാഗം ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ കോപത്തിലായിട്ടുള്ള നോട്ടം അവിടെ അനുഭവപ്പെടുന്നതാണ്. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. മുഖത്ത് മാംസമില്ലാത്തവരായിട്ടവരെ മഹ്ശറയിലൂടെ വലിച്ചുകൊണ്ട് നരകത്തിലേക്ക് വലിച്ചെറിയും. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇത് പറഞ്ഞപ്പോ ചോദിച്ചു, മൻഹും യാ റസൂലല്ലാഹ്, ആ ഭീകരമായ കരാളമായ മഹ്ശറയിൽ ആർക്കാണ് നബിയെ ഏറ്റവും പ്രയാസമുള്ളത്? ആ പ്രയാസമുള്ള 10 പേരെ ഒന്ന് പറയുമോ നബിയേ? സയ്യിദുനാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് പറഞ്ഞു കൊടുക്കുന്നു. വിശദീകരിക്കാൻ സമയമില്ല പ്രിയപ്പെട്ടവരെ. ഹബീബായ നബി തങ്ങൾ അവിടുന്ന് പറഞ്ഞു, ഒന്ന് ശൈഖുൻ സാനിൻ, വൃദ്ധനായ വ്യഭിചാരിയാണെന്ന് സയ്യിദുനാ റസൂലുള്ളാഹ് തങ്ങൾ അവർ കടന്നു വരികയാണ്. ത്വലഅൽ ബദ്റു അലൈനാ മിൻ സനിയാതിൽ വദാ വജബ ശുക്റു അലൈനാ മദാ ലില്ലാഹി ദാ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ ഒന്നാമത്തെ വിഭാഗത്തെ പറ്റി പറയാം. വൃദ്ധനായ വ്യഭിചാരിക്ക് മഹ്ശറ ലോകത്ത് രക്ഷയില്ല, അവരെ രക്ഷപ്പെടുന്നതല്ല. സയ്യിദുനാ റസൂലുള്ളാഹ് ഒരുപക്ഷേ ഇതൊക്കെ പറയുന്ന സമയത്ത് കുറച്ച് കാലങ്ങൾക്ക് മുമ്പെയൊക്കെ ആണെങ്കിൽ പലരും ഈ ഹദീസൊക്കെ കേൾക്കുമ്പോഴും വായിക്കുമ്പോഴും അത്ഭുതപ്പെട്ടു പോയേനെ. ഇന്നിപ്പോ നമ്മുടെ മുന്നിലൊക്കെ ഇത്തരം വ്യഭിചാരങ്ങള് 60ഉം 80ഉം വയസ്സ് കഴിഞ്ഞവർക്കിടയിൽ സാർവത്രികമായിട്ടുണ്ടല്ലോ. അത് പ്രത്യേകം പറയേണ്ട ആവശ്യമില്ല. രണ്ടാമത്തെ വിഭാഗത്തെ പറ്റിയിട്ട് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, വഴിപിഴച്ച ഇമാം പരിശുദ്ധമായ ദീനിന്റെ സംരക്ഷണങ്ങളെ ഏറ്റുവാങ്ങിയിട്ട് അതിന്റെ പവിത്രമായ വഴികളിലൂടെ സംസ്കാര ബോധത്തോടെ ഈമാനിക ചൈതന്യത്തോടെ കടന്നു പോകേണ്ടതിന് പകരം ജീവിതത്തിൽ തമ്മാടിത്തരങ്ങളും തോന്നിവാസങ്ങളും ചെയ്തു കൂട്ടുന്ന ഇമാമുമാര്, അല്ലാഹുവേ ഈ വിഭാഗത്തിലുള്ള ആലിമീങ്ങളെ നീ കാത്തു രക്ഷിക്കണേ അല്ലാഹ്. എല്ലാവിധ പിഴച്ച വഴികളിൽ നിന്ന് നീ ഉമ്മത്തിനെ കാത്തു രക്ഷിക്കണേ അല്ലാഹ്. സമുദായം തിന്മയിലേക്ക് നീങ്ങുകയാണ്. ഉലമാക്കളും ഉമറാക്കളും ഇവിടെയെല്ലാം ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു അവസ്ഥയിലാണ് ഇന്നത്തെ നൂറ്റാണ്ട് കടന്നു പോകുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, തെറ്റുകളും കുറ്റങ്ങളും ഇന്നലകളിൽ ഇത്തരം ആളുകളിൽ അന്യമായിട്ടുണ്ടായിരുന്നു എങ്കിൽ ഇന്നതെല്ലാം ലൈവിലൂടെയും അതേപോലെ തന്നെ മറ്റു പല വഴിക്കും ഇന്ന് പ്രത്യക്ഷമായി പ്രകടമായി കൊണ്ടിരിക്കുമ്പോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈമാനം ഉറകെ പിടിച്ച് ജീവിക്കാൻ പര്യാപ്തമാകുന്ന അഅ്മാലുകളിലൂടെ നിങ്ങൾ മുന്നോട്ട് പോകണേ. അതിനായിട്ട് അല്ലാഹുവിനോട് പ്രാർത്ഥിക്കണേ. മഹ്ശറ ലോകത്ത് രക്ഷപ്പെടാൻ കഴിയാത്ത മൂന്നാമത്തെ വിഭാഗത്തെ പറ്റി അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, വമുദ്മിനു ഖംറിൻ, കള്ളു മോന്തുന്നവനാണ് അവൻ, കള്ളുകുടിയനാ, അവനിക്ക് അവിടെ രക്ഷയില്ല. രക്ഷപ്പെടുത്താൻ മറ്റൊരാൾക്കും അവിടെ കഴിയുകയുമില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ,
മദ്യപാനത്തിന് ചെറിയ പ്രായത്തിൽ തന്നെ അടിമകളാകുന്ന, മയക്കുമരുന്നിന്റെ വാഹകരാകുന്ന, കച്ചവടക്കാരാകുന്ന, ബിസിനസിന്റെ വഴികളിലേക്ക് നീങ്ങുന്നത്, അതേ യൗവനത്തിന്റെ വഴിയിലൂടെ കടന്നു പോകുന്ന ചെറുപ്പക്കാര് മാത്രമല്ല, 4ാം ക്ലാസ്സിലും 5ാം ക്ലാസ്സിലും 7ലൊക്കെ പഠിക്കുന്ന പിഞ്ചോമനകളടക്കം, അതേ കാലിന്റെ ചോരയുടെ നിറം പോലും മാറാത്ത ചെറിയ മക്കൾ പോലും ഇന്ന് കഞ്ചാവിന്റെ അടിമകളായി മാറുമ്പോ സുബ്ഹാനല്ലാഹ്, അതുപോലെ മയക്കുമരുന്നിന്റെയും അതേപോലെ തന്നെ കള്ളുകുടിയുടെയും വഴികളിലേക്ക് നീങ്ങുമ്പോ സമുദായത്തിൽ മാന്യന്മാരായ കള്ളുകുടിയന്മാരുണ്ടാകുന്നു. അല്ലെങ്കിൽ അവന്റെ പ്രശ്നങ്ങൾ മറ്റുള്ളവർ അറിയുന്ന രൂപത്തിൽ അവൻ കള്ളുകുടിയനായി മാറുന്നു. ഏതോ ആകട്ടെ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പഠിപ്പിക്കുകയാണ്, കള്ളമോന്തുന്ന ആളുകൾക്ക് അവിടെ രക്ഷയില്ല. 5ാമതായിട്ട് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 4ാമതായിട്ട് പഠിപ്പിക്കുന്നു, വഅഖുല്ലി വാലിദൈ, മാതാപിതാക്കളെ ബുദ്ധിമുട്ടിക്കുന്നവരാണവര്, മാതാപിതാക്കളെ വേദനിപ്പിക്കുന്നവർ, മാതാപിതാക്കളെ പ്രയാസപ്പെടുത്തുന്നവര്, അങ്ങനെയുള്ള ആളുകൾക്ക് അവിടെ രക്ഷയില്ല. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പല ഭാഗങ്ങളിൽ നിന്ന് വേദനിക്കുന്ന മനസ്സുമായി മക്കളുടെ പ്രശ്നം പറഞ്ഞിട്ട്, മക്കളെ ആട്ടി പുറത്താക്കിയ പ്രശ്നം പറഞ്ഞിട്ട്, ഭാര്യ പരിഗണിക്കാത്ത പ്രശ്നം പറഞ്ഞിട്ട്, കുടുംബത്തിൽ ഒരു ആണിന്റെ വിലയില്ലാത്ത രൂപത്തിനായിട്ട് അടിച്ചമർത്തപ്പെടുന്ന ഒരു രൂപത്തിലേക്ക് പിതാക്കന്മാര് കടന്നു വരുമ്പോ, എന്റെ പ്രിയപ്പെട്ടവരെ, തളിപ്പറമ്പിന്റെ മണ്ണിൽ നിന്നുകൊണ്ടാണ് ഞാനിത് നിങ്ങളോട് പറയുന്നത്. പല പിതാക്കളും ഇന്ന് അവരവരുടെ വീടുകളിൽ സങ്കടത്തിനാണ്. പല ഉപ്പമാരും കണ്ണീരില, നാട്ടുകാരോട് പറയാൻ പറ്റണില്ല, അയൽവാസികളോട് മക്കൾ ചെയ്യുന്ന ക്രൂരതകൾ പറയാൻ പറ്റണില്ല. അതേപോലെ തന്നെ പള്ളിയിലുള്ളവരോട് പോലും എങ്ങനെയാണ് എന്റെ മക്കൾ എന്നെ ഉപദ്രവിക്കുന്നു എന്ന്, വീട്ടിലെ പ്രശ്നങ്ങൾ എങ്ങനെയാ മക്കൾ മറ്റുള്ളവരോട് പോയിട്ട് പറയാൻ പോലും കഴിയാതെ ഉള്ളിലൊതുക്കിയിട്ട് ആ വേദനകളെല്ലാം തീർക്കാൻ വേണ്ടിയിട്ട് പള്ളിയുടെ വരാന്തകൾ സമാധാനത്തിന്റെ കേന്ദ്രമായി കണ്ടുകൊണ്ടിരിക്കുന്ന തളിപ്പറമ്പിലെ പല ഉപ്പമാരെയും പല ഉപ്പാപ്പമാരെയും എനിക്കറിയാം. എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾക്ക് ജീവിച്ചിരിപ്പുള്ള ഉപ്പയുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ജീവിച്ചിരിപ്പുള്ള ഉമ്മയുണ്ടെങ്കിൽ, പൊന്നുമക്കളെ, ഞാൻ നിങ്ങളോട് അടിവരയിട്ടുകൊണ്ട് പറയുകയാ, ഇവിടെ വന്ന് നിന്നിട്ട് നിങ്ങളുടെ മുമ്പിൽ തലേ കെട്ടിയിട്ട് ഈ മഹനീയമായ സംരംഭത്തിൽ വന്നിട്ട് ഇവിടെ നിന്ന് വയല് പറഞ്ഞിട്ട് ഇറങ്ങുമ്പോ, ഈ പറഞ്ഞ വയലുകളും അതേപോലെ തന്നെ ഈ കേട്ട നിങ്ങളുടെ നിങ്ങൾ കേട്ടിട്ടുള്ള ഇൽമുകളെല്ലാം ഇതെല്ലാം സ്വായത്തമാക്കിയിട്ട് ഇവിടെ വന്നിട്ട് നിങ്ങളോട് പറഞ്ഞു തരുമ്പോ, ഇത്ര നേരം ഇവിടുന്ന് പറഞ്ഞു പിരിഞ്ഞു പോകുമ്പോ, എന്റെ ഉപ്പാന്റെയും ഉമ്മാന്റെയും പൊരുത്തമില്ലാത്ത രൂപത്തിലാണ് ഞാൻ അങ്ങ് കഴിയുന്നത് എങ്കിൽ ഇതുകൊണ്ട് പ്രയോജനമില്ല. നിസ്കാരം അല്ലാഹു സ്വീകരിക്കൂല. ഉപ്പാന്റെയും ഉമ്മാന്റെയും മുഖത്ത് നോക്കി വേദനിക്കുന്ന ഏതെങ്കിലും ഒരിത്തിരി വാക്ക് പറഞ്ഞ മക്കളുണ്ടെങ്കിൽ അവന്റെ നിസ്കാരം അല്ലാഹുക്ക് വേണ്ട, അവന്റെ ഏതേത് സുഹൃതങ്ങളും അല്ലാഹുക്ക് വേണ്ട. ഒരു കൊല്ലമല്ല, ഒരു മാസമല്ല, 2 കൊല്ലമല്ല, 10,000 കണക്കിന് കൊല്ലം ജീവിതം അല്ലാഹു നിങ്ങൾക്ക് തന്നാ പോലും സ്വന്തം നിങ്ങൾക്ക് അല്ലാഹു നൽകിയിട്ടുള്ള മാതാപിതാക്കളുടെ പൊരുത്തം വാങ്ങാത്തവരായിട്ടാണ് നിങ്ങൾ ഇവിടുന്ന് പിരിഞ്ഞു പോയത് എങ്കിൽ അല്ലാഹുവിന്റെ പ്രകൃതിയിലെ മാരടമാകുന്ന മണ്ണ് പോലും നിങ്ങളെ സ്വീകരിക്കില്ല കൂട്ടരെ. ആ മണ്ണ് പോലും നിങ്ങളെ സ്വീകരിക്കില്ല പെങ്ങളെ. ആ മണ്ണ് പോലും നിങ്ങളെ സ്വീകരിക്കില്ല രക്ഷിതാക്കളെ. ഉപ്പാന്റെയും ഉമ്മാന്റെയും പൊരുത്തമെന്ന് പറയുന്നത് മോനെ, ആഖിറം സമ്പാദിക്കാൻ അത് അനിവാര്യമാണ്. ഈമാനോടെ മരിക്കാൻ അത് അനിവാര്യമാണ്. ഓരോ നേരവും ചെയ്യുന്ന പ്രാർത്ഥന പോലും അല്ലാഹു സ്വീകരിക്കാൻ അത് അനിവാര്യമാണ്. അതില്ലാത്ത കാലത്തോളം മജ്ലിസുൻ നൂർ തങ്ങള് വന്നിട്ടില്ല. ഇനി ഇവിടെ മലക്ക് വന്ന് ദുആ ചെയ്താലും ഉപ്പാനും ഉമ്മാനും വേദനിപ്പിക്കുന്ന മക്കളുള്ളിടത്ത് അല്ലാഹു അവിടെ ഖബൂലിയത്ത് തരൂല. അറിയണേ, ചില ഉപ്പമാര് വന്ന് നമ്മളോട്
സങ്കടം പറയുമ്പോ വളരെയേറെ സങ്കടം തോന്നിപ്പോകുന്നുണ്ട്. എന്ത് ചെയ്യാനാ, ഞാൻ എങ്ങനെ ഓർത്തു പോകുന്നു. ഒരു ദിവസം വയത് കഴിഞ്ഞിട്ട്, പ്രഭാഷണം കഴിഞ്ഞിട്ട് ഞാൻ എന്റെ പള്ളിയിലേക്ക് ഇങ്ങനെ 3 മണിക്ക് ഇങ്ങനെ കയറി വരുമ്പോ ഡ്രൈവറെ വീട്ടിലേക്ക് പറഞ്ഞയച്ചിട്ട് ഞാൻ എന്റെ റൂമിന്റെ ഭാഗത്തേക്ക് ഒരു ഓരത്തിലൂടെ എന്റെ റൂമിന്റെ ഭാഗത്തേക്ക് ഇങ്ങനെ പള്ളിയിലേക്ക് കടന്നു വരുമ്പോ 3 മണിയാ സമയം 3 മണി. ഞാനിങ്ങനെ അതിന്റെ ചെറിയ ഗേറ്റ് തുറന്നിട്ട് ഇങ്ങോട്ട് അകത്തേക്ക് കയറാൻ വേണ്ടി പോകുമ്പോ അല്ലാഹ് എന്നുള്ള ഇങ്ങനെ ഒരു വിളി കേൾക്കുകയാണ്. ഞാൻ ആകെ ഞെട്ടിപ്പോയി. ഞാൻ എന്ത് ചെയ്തു, അതുവരെ ഞാൻ മൊബൈലിൽ ലൈറ്റ് കത്തിച്ചില്ല. ഞാൻ അതൊന്ന് മൊബൈൽ ലൈറ്റ് ഒന്ന് ഓൺ ചെയ്തു. എന്നിട്ട് പരിസരമൊക്കെ നോക്കുമ്പോ പള്ളിയുടെ വരാന്തയിൽ ഒരു വയോധികൻ ഇങ്ങനെ ചുരുണ്ടിങ്ങനെ കിടക്കുകയാണ്. കയ്യിന്റെയും ശരീരത്തിന്റെ ഭാഗങ്ങളൊക്കെ ഇങ്ങനെ ചൊറിഞ്ഞോണ്ടേയിരിക്കുകയാണ്. കൊതുക് വന്നിട്ട് സമ്മേളനം നടത്തുകയാണ്. അയാളിങ്ങനെ ആ ചൊറിച്ചല് പാതിരാ നേരത്ത് ഇങ്ങനെ വിളിച്ചോണ്ടിരിക്കുക, അല്ലാഹ് അല്ലാഹ്. ആ കുടുംബത്തെ കുറിച്ച് അന്വേഷിച്ചു. എനിക്ക് അന്ന് രാത്രി ആ റൂമിൽ ചെന്ന് കടന്നിട്ടും മര്യാദക്ക് ഉറക്കം വന്നിട്ടില്ല. അന്ന് ഞാൻ കോളേജിൽ ക്ലാസ് എടുക്കുന്ന സമയത്ത് പോലും ഈ ഒരു വിഷയത്തെ പറ്റി പറഞ്ഞിട്ട് ഞാൻ ദേഷ്യം പിടിച്ചിട്ടുണ്ട് കുട്ടികളോട്. കാരണം ആ ഉപ്പ അവിടെ നിന്ന് അനുഭവിക്കുന്ന രാത്രി സമയത്ത് കടന്നിട്ട് അനുഭവിക്കുന്ന വേദന കണ്ടപ്പോ കുടുംബത്തെ അന്വേഷിച്ചു നോക്കുമ്പോ മാന്യമായ കുടുംബം തന്നെയാണ്. പറഞ്ഞിട്ടെന്താ വേണ്ടത്, ആ കുടുംബത്തിന് ഈ ഉപ്പാനെ വേണ്ട. ഒരു സമയത്ത് ആ ഉപ്പാന്റെ ഒരു നേരത്തുള്ള രാവിലെ തൊട്ട് വൈകുന്നേരം വരെ അധ്വാനിച്ച് കിട്ടിയ കാശിന്റെ ഏതെങ്കിലും ഒരു ഭാഗം കൊണ്ട്, അതുകൊണ്ട് വാങ്ങിയ ഏതെങ്കിലും ഭക്ഷണം കൊണ്ട് ഈ മക്കളെ വിശപ്പടക്കിയിട്ടുണ്ടാകും. എന്തെങ്കിലും ഒരു ഇത്തിരി മിഠായി എങ്കിലും ആ പിതാവ് കൊടുത്തിട്ട് കാണും. അങ്ങനെയുള്ള പിതാവിനെ വയോധികനായി പ്രായമെത്തിയപ്പോ ഉപ്പ പറയുന്നതൊക്കെ ഇന്ന് എല്ലാവർക്കും ഭ്രാന്തായി മാറി. ഉപ്പാക്ക് ഭ്രാന്തായി വയസ്സാവുമ്പോ ഉപ്പ പറയുന്നതൊക്കെ ബഗിടായി മാറി. ഉപ്പാക്ക് സുഖമില്ലാത്ത സംസാരമായി മാറി. ഉപ്പാനെ കാണുമ്പോ വല്ലാത്ത വിഷമം തോന്നാൻ തുടങ്ങി. ആളുകളെ മുമ്പിലൊന്ന് പ്രദർശിപ്പിക്കാൻ കഴിയില്ല, എന്റെ ഉപ്പയാണെന്ന് പറയാൻ എനിക്ക് നാണക്കേടായി. ആലോചിക്കണം നിങ്ങള്, പ്രിയാപ്പിള വരുമ്പോ പ്രിയാപ്പിളുടെ മുമ്പിൽ പോലും ഉപ്പാനെ നിർത്താൻ വീട്ടിലുള്ള മക്കൾക്ക് നാണമായി, മടിയായി. ഈ പിതാവിന്റെ ചോരയാണ് ജീവിക്കുന്നത്. ഈ പിതാവിന്റെ ദാനമാണ് അവിടെ ജീവിക്കുന്ന മക്കള്. എന്റെ പ്രിയപ്പെട്ടവരെ, ഇതുപോലെ ഏതെങ്കിലും ഒരു സെക്കൻഡ് നിങ്ങളുടെ വീട്ടിൽ നിന്ന് നിങ്ങളുടെ സ്വഭാവം കൊണ്ട് ഉപ്പ ഇറങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ കാല് പിടിച്ചു കൂട്ടിക്കൊണ്ടുവന്നോ, അവര് തിരിച്ചു വന്ന് നിങ്ങളോട് സന്തോഷത്തോടെ പൊരുത്തത്തോടെ കഴിയാത്ത കാലങ്ങളോളം ആ വീടുകളിൽ റഹ്മത്തിന്റെ മലായികങ്ങൾ ഇറങ്ങൂല. ആ വീട്ടിലേത് നേരവും അദാബ് ഇറങ്ങാൻ സാധ്യതയുണ്ട്. സയ്യിദുനാ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മയെ വേദനിപ്പിക്കുന്ന മക്കളില്ലേ? ഇന്ന് ലൈവ് കൊടുത്തുകൊണ്ടിരിക്കുന്ന എന്റെ പ്രിയപ്പെട്ട സ്നേഹിതന് ഫാറൂഖ് ബന്നയൂർ, യാ അല്ലാഹ്, ഉച്ചനേരത്തിന്റെ മൊബൈലിലേക്ക് ഒരു വീഡിയോസ് ഷെയർ ചെയ്തോ. ഞാൻ നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് നോക്കിയപ്പോ സുബ്ഹാനല്ലാഹ്, കണ്ണ് നിറയാതെ നമ്മൾക്ക് ആ വീഡിയോസ് നോക്കി അവസാനിപ്പിക്കാൻ കഴിയില്ല. പത്രം വിറ്റിട്ടും പാല് വിറ്റിട്ടും 50 കൊല്ലത്തോളം അധ്വാനിച്ചുണ്ടാക്കിയ കാശ് കൊണ്ട് വീടുണ്ടാക്കിയിട്ട് മക്കളുമായിട്ട് സുഖത്തോടെ കഴിയുന്നതിനിടയിൽ ഉമ്മ ഒരു ഭാഗത്ത് ചെറിയ അസുഖങ്ങളൊക്കെ പിടിച്ചിട്ട് സൈഡായി എന്ന് തോന്നുമ്പോ ഉമ്മാന്റെ അധ്വാനത്തിന് വില പറഞ്ഞു മക്കള് കടന്നു വരികയാ. 50 കൊല്ലങ്ങളോളം പത്രം വിറ്റും പാല് കൊടുത്തിട്ടും അതേ കാശുണ്ടാക്കിയിട്ട് അവിടുന്ന് സ്വരൂപിച്ചു വെച്ചിട്ട് അതിലൂടെ ഉണ്ടാക്കിയ വീടിന് അവകാശം പറഞ്ഞു മക്കള് വന്നിട്ട് വാശി പിടിക്കുന്നു, തർക്കിക്കുന്നു. എന്തിനേറെ പറയണം എന്റെ പ്രിയപ്പെട്ടവരെ, ഹോസ്പിറ്റലുകളിൽ കൊണ്ടുപോയിട്ട് ഉമ്മയെ മനോരോഗിയാക്കിയിട്ട് അവിടുന്ന് സർട്ടിഫിക്കറ്റ് പോലും മക്കള് വാങ്ങുന്നു.
സുബ്ഹാനല്ലാഹ്. ആത്മീയ ചികിത്സ എന്ന് പറഞ്ഞിട്ട് തട്ടിപ്പുകൾ നടത്തുന്ന ഏത് തോന്നിവാസത്തിനും കൂട്ടുനിൽക്കുന്നവരെല്ലാ വിഭാഗത്തിലും ഉണ്ടാകുമല്ലോ. അതുപോലെ തട്ടിപ്പ് നടത്തുന്നവരാകാം. മക്കളെ ആവശ്യത്തിനനുസരിച്ചിട്ട് അവിടെ ഒരു ഉസ്താദിനെ കൊണ്ടുവന്നിട്ട് ഈ ഉമ്മാന്റെ കയ്യും കാലും മക്കള് കൂട്ടിപ്പിടിച്ചിട്ട് ഉമ്മാന്റെ ആങ്ങളമാരും ചേർന്ന് കൂട്ടിപ്പിടിച്ചിട്ട് ആ ഉമ്മയെ നിലത്ത് കിടത്തിയിട്ട് അതേ മുളകും അതേപോലെ തന്നെ മഞ്ഞളും ചേർത്ത് കലക്കിയ വെള്ളം കൊണ്ട് ആ ഉമ്മാന്റെ മുഖത്തൊഴിക്കുന്നു. ഉമ്മയോട് സ്വത്തിന് ആവശ്യപ്പെടുന്നു. ഈ സമുദായം ഇതുപോലെ ദുഷിച്ച ചിന്തകളും ദുഷിച്ച പ്രവണതകളുമായിട്ടിരിക്കുന്ന കാലങ്ങളോളം കേരളത്തിൽ ഇതുപോലെയുള്ള പ്രളയങ്ങൾ മാത്രമല്ല വരിക, ഈ ദുനിയാഭാഗമാനം നശിക്കുന്ന രൂപത്തിലുള്ള താങ്ങാൻ കഴിയാത്ത അദാബുകൾ ഉമ്മയെ വേദനിപ്പിക്കുന്ന മക്കളുള്ളടത്ത് വരാതിരിക്കില്ല കൂട്ടരെ. കുടുംബത്തിൽ ഉമ്മയെയും ഉപ്പയെയും ആദരിക്കാത്ത മക്കളുള്ളിടത്തോളം അല്ലാഹുവിന്റെ അദാബ് അവിടെ ഇറങ്ങാതിരിക്കൂല. ഇവർ ആഖിറത്തിൽ മാത്രമല്ല നഷ്ടപ്പെടുന്നവര്. അറിയണേ പെങ്ങളെ, അല്ലാഹു നിങ്ങൾക്ക് എത്ര മക്കളെ തന്നിട്ടുണ്ടെങ്കിലോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എത്ര വലിയ സമ്പാദ്യം അല്ലാഹു നിങ്ങൾക്ക് തന്നിട്ടുണ്ടെങ്കിലോ നിങ്ങളുടെ ഏറ്റവും വലിയ സ്വത്ത് ഏതാണെന്നറിയുമോ? ഹൈവേയിലുള്ള വലിയ ടവറുകളല്ല, അല്ലെങ്കിൽ എവിടെയെങ്കിലുള്ള റിയൽ എസ്റ്റേറ്റുകളല്ല. വീടിന്റെ അകത്തളങ്ങളിൽ 5 നേരം നിസ്കരിച്ചിട്ട് തസ്ബീഹ് മാല കയ്യിൽ പിടിച്ചിട്ടൊരു മുസല്ലയിൽ ചുരണ്ട് കിടക്കുന്ന ഉമ്മയും ഉപ്പയും നിങ്ങളുടെ വീട്ടിലുണ്ടോ? ദുനിയാവിലെയും ആഖിറത്തിലെയും ഏറ്റവും വലിയ സമ്പാദ്യം അവരാ. അതുകൊണ്ട് ഹബീബായ നബി തങ്ങളെ പറയുകയാ, ഈ മാതാപിതാക്കളെ വേദനിപ്പിച്ചവര് അവരാഖിറത്തിൽ രക്ഷപ്പെടുകയില്ല, ആഖിറത്തിൽ രക്ഷപ്പെടുകയില്ല. അടുത്തത് അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, വൽ മാശി ബിൻ നമീമ, നമീമത്തുമായിട്ട് നടക്കുന്ന ആളുകളാ. അവരേഷണിക്കാരാണ്, പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നവരാണ്, കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്നവരാണ്, നാടുകളിൽ ഫിത്നകൾ ഉണ്ടാക്കുന്നവരാ. അങ്ങനെയുള്ള ആളുകള് അല്ലാഹുവിന്റെ കോടതിയിൽ രക്ഷപ്പെടൂല. വശാഹിദുസ്സൂർ, കള്ളസാക്ഷി പറഞ്ഞവരും ആഖിറത്തിൽ രക്ഷപ്പെടൂല. വമാനിഉസ് സകാത്ത് കൊടുക്കാത്തവരും ആഖിറത്തിൽ രക്ഷപ്പെടൂല. വആകിലുർ റിബാ, പലിശ തിന്നുന്നവരും ആഖിറത്തിൽ രക്ഷപ്പെടൂല. വലാലിമുൻ, അക്രമിയും ആഖിറത്തിൽ രക്ഷപ്പെടൂല. വതാരികു സ്വലാ, നിസ്കാരം ഉപേക്ഷിച്ചവനും ആഖിറത്തിൽ രക്ഷപ്പെടൂല. സയ്യിദുനാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മൾക്ക് ഇത്തരം ആളുകളെ പഠിപ്പിച്ചു തരുമ്പോ അറിയണേ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് നമ്മളോട് പഠിപ്പിച്ചു. അങ്ങനെയുള്ള ഭയവിഹലമായ മഹ്ശറ ലോകത്ത് 3 ആളുകൾക്ക് അവിടെ അർശിന്റെ തണൽ അല്ലാഹു നൽകുന്നുണ്ട്. 3 പേർക്ക് അല്ലാഹു അർശിന്റെ തണൽ നൽകുന്നുണ്ട്. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവര് വിശിഷ്ടരായ ആളുകളാണ്. ഈ 3 ആളുകളെ പറഞ്ഞിട്ട് ഇൻഷാ അല്ലാഹ് ഞാൻ നിർത്തും. തങ്ങളെ നിർത്തിയിട്ട് ഞാൻ ഇരുത്തിയിട്ട് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എനിക്ക് ടൈം തന്നിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് സമയത്തിന് ഞാൻ നിർത്താനാണ് ആഗ്രഹിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖബൂൽ ചെയ്യട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, ഇവിടെ പറഞ്ഞിട്ട് ഇൻഷാ അല്ലാഹ് അർശിന്റെ തണൽ ലഭിക്കുന്ന 3 പേര്, നമ്മൾ 7 പേരെ നമ്മൾ വേറെ പഠിച്ചിട്ടുണ്ട്. ഇതിൽ നിന്ന് വ്യത്യസ്തമായ 3 പേരെ നമ്മൾക്ക് പഠിക്കണം. അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് ചെയ്യട്ടെ. ഇതിന്റെ ബാക്കി ഇൻഷാ അല്ലാഹ് എപ്പോഴെങ്കിലും നമ്മൾക്ക് സൗകര്യം ഉണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് തീർച്ചയായിട്ടും നമ്മൾക്ക് അത് പറയാൻ പറ്റുന്നൊരു അവസരമാണെങ്കിൽ തീർച്ചയായിട്ടും ഇൻഷാ അല്ലാഹ് നേരം നമ്മൾക്ക് ഇതിന്റെ ബാക്കി ഭാഗം ഇൻഷാ അല്ലാഹ് നമ്മൾക്ക് കൈകാര്യം ചെയ്യാം. അല്ലാഹു കാര്യങ്ങൾ മനസ്സിലാക്കാൻ തൗഫീഖ് ചെയ്യട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വളരെ പ്രധാനപ്പെട്ട 2-3 കാര്യങ്ങൾ അതോടൊപ്പം തന്നെ നിങ്ങളോട് ഉണർത്താനുണ്ട്. ഒന്ന്, ഇൻഷാ അല്ലാഹ് ഞാൻ ഇവിടെ പെട്ടെന്ന് ഇവരെ വിളിച്ചപ്പോൾ ഞാൻ ഏറ്റെടുക്കാനുണ്ടായ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, 21ഓളം വരുന്ന നമ്മുടെ തളിപ്പറമ്പ് റേഞ്ചിലുള്ള മദ്രസകൾ, 21ഓളം മദ്രസകൾ. അൽഹംദുലില്ലാഹ് ഒരുപാട് വിദ്യാർത്ഥികൾ, ഏകദേശം 100ഓളം ഉസ്താദുമാരൊക്കെ ഉൾക്കൊള്ളുന്ന 21ഓളം മദ്രസകൾ നിലകൊള്ളുന്ന ഈ റേഞ്ച്
അതിന്റെ വളരെ വിപുലമായ ചരിത്രത്തിൽ ഇന്നലെ വരെ ഇല്ലാത്ത വളരെ വിപുലമായ ഒരു ആത്മീയ സദസ്സ്, മൗലീദ് സദസ്സ്, റബീഇന് സ്വാഗതം എന്നുള്ള രൂപത്തിൽ ഇൻഷാ അല്ലാഹ് ഇതേ മാസം 28-ാം തീയതി ഹൈവേയിൽ വെച്ച്, കറാമ റോഡിൽ വെച്ച് ഇൻഷാ അല്ലാഹ് നടക്കുകയാണ്. നിങ്ങൾ ആരും അത് മറക്കരുത്. തീർച്ചയായും നിങ്ങളുടെ ഓരോരുത്തരുടെയും സാന്നിധ്യം അവിടെ ഉണ്ടാകണം. പിഞ്ചു മക്കളെ അടക്കം അവിടെ കൊണ്ടുവരണം, ദുആക്ക് ഉത്തരം കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇൻഷാ അല്ലാഹ് കഴിയുന്ന ആളുകളും കഴിയാത്ത ആളുകളൊക്കെ വാഹനം എടുത്തിട്ടായാലും വേണ്ടിയില്ല, ഇൻഷാ അല്ലാഹ് നിങ്ങളുടെ അതിൽ സാന്നിധ്യം ഉണ്ടാകണം. സയ്യിദുനാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ മൗലീദ് സദസ്സ് ഇൻഷാ അല്ലാഹ് ഞാൻ അതിൽ പങ്കെടുക്കും എന്നുള്ള നിയ്യത്ത് നിങ്ങൾ ഓരോരുത്തരുണ്ടാക്കണം. ഇവിടെ 28-ാം തീയതിയാണ്, മറക്കരുത് നിങ്ങളാരും. ഇൻഷാ അല്ലാഹ് നിങ്ങളൊക്കെ വന്നു ചേരുമ്പോ ആ ഒരു സദസ്സിൽ ഭക്തി നിർഭരമായ രൂപത്തിൽ ഇൻഷാ അല്ലാഹ് നമ്മുടെ നാടിന്റെയും നമ്മുടെ ഓരോരുത്തരുടെയും ആവശ്യകതകൾ പറഞ്ഞ് നമ്മൾക്ക് ദുആ ചെയ്യണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിൽ ചേരാൻ അല്ലാഹു നമ്മൾക്ക് തൗഫീഖ് നൽകട്ടെ. മറക്കരുത് ഇൻഷാ അല്ലാഹ് 28-ാം തീയതിയാണ്. എല്ലാവരും അന്ന് എന്ത് തിരക്കുണ്ടെങ്കിലും മാറ്റിവെച്ച് മഗ്രിബ് നിസ്കാരത്തിന് ഹൈവേയിലെത്തി ഇൻഷാ അല്ലാഹ് പെണ്ണുങ്ങളൊക്കെ നിസ്കരിച്ചിട്ട് നേരെ ഹൈവേയിലേക്ക് ഇൻഷാ അല്ലാഹ് കഴിയുന്ന രൂപത്തിൽ മഹറമിന്റെ കൂടെ തന്നെ, ഒറ്റക്കാരും വരരുത്. ഞാൻ നിങ്ങളോട് പറയാണ്, കൂടെ ആളുകളില്ലാതെ ആരും ഒറ്റക്കായിട്ട് വരരുത്. മഹറം കൂടെ ഉണ്ടാകണം, ഭർത്താവോ മക്കളോ. വിശാലമായ സൗകര്യം അവിടെ ഒരുക്കിയിട്ടുണ്ട് ഇൻഷാ അല്ലാഹ്. നിങ്ങളെല്ലാവരും, ഞാനിത് ഒറ്റക്ക് വരരുതെന്ന് പറയാൻ കാരണം, ഞാനൊരു വേളം കഴിഞ്ഞിട്ട് ഇങ്ങനെ നമ്മുടെ മന്നക്കയിൽ ഇങ്ങനെ വരുന്ന സമയത്ത് ഒരു 1:30-2 മണിയായി കാണും തോന്നുന്നുണ്ട്. അന്നേരം 1-2 പെണ്ണുങ്ങൾ, ഒരു പെണ്ണുങ്ങൾ ഇങ്ങനെ മുന്നേ നടന്നിട്ട് ഇങ്ങനെ പോകുന്നുണ്ട്, വേറൊരു പെണ്ണുങ്ങളെ കുറച്ചും കൂടി ബാക്കിലായിട്ട് ഇങ്ങനെ നടന്നു പോകുന്നുണ്ട്. പാതിരാ നേരത്ത് അപ്പുറത്ത് ഇങ്ങോട്ടൊക്കെ ഒരു ലൈറ്റും കൂടി കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ പർദ്ദക്കാരികളെ കാണുമ്പോൾ ആരായാലും ഒന്ന് ഞെട്ടിപ്പോവല്ലോ. ഞാൻ ഡ്രൈവറോടൊന്ന് വണ്ടി നിർത്താൻ വേണ്ടി പറഞ്ഞു. വണ്ടി നിർത്തി. നിങ്ങൾ എവിടത്തേക്ക്? ഞങ്ങള് ഒരു ആത്മീയ സദസ്സ്, എവിടെയെന്ന് ഞാൻ പറയില്ല, ആത്മീയ സദസ്സ് കഴിഞ്ഞിട്ട് ഇങ്ങനെ വരികയാണ്. അപ്പോ അതിന്റെ തൊട്ടടുത്ത കുറച്ചപ്പുറം അവിടെയാണ് അവരുടെ വീട് വരുന്നത്. ആ സ്ഥലത്തേക്കാണ് അവരെത്തേണ്ടത്. ഞാൻ ചോദിച്ചു, നിങ്ങൾ ഈ 2 പേര് മാത്രം നിങ്ങളിങ്ങനെ, അതും ഒരാള് 1/2 കിലോമീറ്റർ ദൂരെ ആയിട്ടാണ് നടന്നു പോകുന്നത്. ഞാൻ ചോദിച്ചു, ആ ബാക്കിൽ വരുന്ന ആളാരാ? ആ ബാക്കിൽ വരുന്നത് എന്റെ മോളാണ്. നിങ്ങൾ നോക്കണം, കയ്യും പിടിച്ച് നടക്കണം ഉമ്മാന്റെ മക്കൾ. ഇൻഷാ അല്ലാഹ് എത്ര വലിയ പ്രായമായ മക്കളായാലും വേണ്ടില്ല, ഉമ്മാന്റെ കൈ പിടിച്ച് നടക്കണം. ഞാൻ ലൂർദ് ഹോസ്പിറ്റലിൽ എനിക്കൊരിക്കൽ പനി വന്നിട്ട് ഞാൻ അവിടെ ഹോസ്പിറ്റലിൽ പോയപ്പോ എന്റെ പനി പോലും ഞാൻ മറന്നുപോയൊരു സന്ദർഭമുണ്ട്. ഇങ്ങനെ എല്ലൊക്കെ വളഞ്ഞിട്ട് ഇങ്ങനെ റുക്കൂയിലായിട്ട് ഒരു ഉമ്മ നടക്കുന്നത്. ആ ഉമ്മാന്റെ കൈയാണ് മോൾ ഇങ്ങനെ എന്ത് ചെയ്തിട്ടുണ്ട്, പിടിച്ച് നടക്കുന്നത്. മാഷാ അല്ലാഹ് ആ രംഗം കണ്ടപ്പോൾ തന്നെ സുബ്ഹാനല്ലാഹ് പനിയുടെ പകുതിയും മാറിപ്പോയിട്ടുണ്ട്. അള്ളാഹു നമ്മുടെ ഉമ്മമാരെ സ്നേഹിക്കാനും അവർക്ക് വേണ്ടുന്ന ചെയ്തു കൊടുക്കാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അതൊക്കെ നമുക്ക് ആഖിറത്തിൽ ഉണ്ടാവുള്ളൂ. അള്ളാഹു അതൊക്കെ നേടാൻ നമ്മൾക്ക് തൗഫീഖ് നൽകട്ടെ. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരിമാരെ, ഇൻഷാ അല്ലാഹ് ഉള്ള ആളുകളൊക്കെ വീടുകളിൽ നിന്ന് കൂട്ടിയിട്ട് ഇൻഷാ അല്ലാഹ് തീർച്ചയായിട്ടും ആ ഒരു ദിവസം നിങ്ങൾ അവിടത്തേക്ക് വരണം. ഇനി എന്റെ മഹലിൽ ഞാൻ ജോലി ചെയ്യുന്നത്, ഏതായാലും ഇപ്പൊ ഞാൻ ഇവിടെ വന്നുവല്ലോ, നമ്മൾ ഈ സ്നേഹം പ്രകടിപ്പിക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വേണല്ലോ, ഒരു പാലുട്ടായാലും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വേണല്ലോ. ഇൻഷാ അല്ലാഹ് നവംബർ 8, 9, 10 തീയതികളിലായിട്ടാണ് അവിടുത്തെ പരിപാടികൾ. ഇവിടെ അന്ന് പരിപാടി ഇവിടെ ഇല്ലെങ്കിൽ ഇൻഷാ അല്ലാഹ് ഞാൻ അടുത്തേക്കാൾ വിളിച്ചെന്ന് വിചാരിക്കണ്ട. ഇവിടെ പരിപാടി ഇല്ലെങ്കിൽ ഇൻഷാ അല്ലാഹ് 9-നും 10-നും ഇൻഷാ അല്ലാഹ് നിങ്ങൾ തീർച്ചയായിട്ടും അവിടെ വരണം എന്ന് നിങ്ങൾ അറിയിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്തരം സംരംഭങ്ങളിലൊക്കെ നമ്മൾക്ക് ചേരാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അതോടൊപ്പം തന്നെ ഇവിടെ സംഘാടകര് ഒരുപക്ഷെ ഇതിന്റെ ചെലവിന്റെ കാര്യങ്ങളെ കുറിച്ച് നിങ്ങൾ കൂടുതൽ പറഞ്ഞിട്ടുണ്ടാകുമെന്ന് ഞാൻ കരുതണില്ല. കാരണം ഇവരാദ്യം തന്നെ പറഞ്ഞു, ഉസ്താദ് ചെലവ് കൂടുതലാണെന്നുണ്ട് എങ്കിലും നമ്മളിങ്ങനെ ഒരു നല്ലൊരു സംരംഭമാണ് വെച്ചത്, ഇൻഷാ അല്ലാഹ് എല്ലാവരും സഹായിക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. തങ്ങൾ ഇൻഷാ അല്ലാഹ് വന്നിട്ടുണ്ട്, ഞാൻ അതിലേക്ക് കൂടുതൽ കടക്കുകയല്ല. എങ്കിലും എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, ഇൻഷാ അല്ലാഹ് തീർച്ചയായിട്ടും ഇതിനൊക്കെ ഒരു ഭീമമായ സംഖ്യ ആവശ്യമായി വരും എന്നുള്ളത് ഉറപ്പാണ്. സത്യത്തിൽ ഈ മൈക്കിന് പോലും നല്ലൊരു സംഖ്യ ഞാനിപ്പോ പറഞ്ഞ നിങ്ങൾക്ക് കേട്ടിട്ടില്ല. കാരണം എന്താ? മൈക്കില്ലാത്തതുകൊണ്ട്. അപ്പൊ നിങ്ങളുടെ ആവശ്യമാണ് ഈ മൈക്ക് എന്നുള്ളത്, നമ്മുടെ ആവശ്യമില്ല. നമ്മൾക്ക് മൈക്കില്ലാണ്ടിരിക്കലാ നല്ലത്.
അപ്പൊ മൈക്കിലൂടെ പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് കേട്ടത്. മൈക്കിലൂടെ പറയാ, മൈക്ക് ഓഫാക്കിയിട്ട് ഞാൻ പറഞ്ഞപ്പോ നിങ്ങൾക്ക് കേട്ടിട്ടില്ല. അപ്പൊ അതുകൊണ്ട് നിങ്ങളെല്ലാരും ഇൻഷാ അല്ലാഹ് ഒരു സംഖ്യ ഞാൻ ഇവിടെ ആണുങ്ങളോട് ചോദിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് ഈ ഒരു മഹത്തായ സംരംഭത്തിന് വേണ്ടിയിട്ട് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അസ്ഹാബുൽ ബദ്രീങ്ങൾ അവരെ ഓർത്തുകൊണ്ട് നമ്മുടെ എല്ലാ വിഷമവും നമ്മുടെ എല്ലാ പ്രയാസവും നീങ്ങണം എന്നുള്ള ലക്ഷ്യത്തോടെ സാദേ ഈ മഹത്തായ മജ്ലിസിലേക്ക് ഒരു 2000 ഉറുപ്പിക ഞാൻ കൊടുക്കാം ഇൻഷാ അല്ലാഹ്. ഏറ്റെടുക്കാൻ പറ്റിയവരൊന്ന് കൈവക്കട്ടെ. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ, അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. ആരെങ്കിലും ഉണ്ടെങ്കിൽ ആണുങ്ങളെ കൂട്ടത്തിൽ 2000 ഉറുപ്പിക ഇൻഷാ അല്ലാഹ് നിങ്ങൾ അടുത്ത ദിവസം സംഘാടകരെ കയ്യിൽ കൊടുത്താൽ മതി. ഇന്നെ കൊടുക്കണമെന്ന് ഞാൻ പറയില്ല. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. മാഷാ അല്ലാഹ്. അൽഹംദുലില്ലാഹ്. ഒരാൾ ഏറ്റെടുത്തു. അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്. ഇനി ആരാളുള്ളത്? ഒരു 2000 ഉറുപ്പിക വെച്ചിട്ട് 2000 ഉറുപ്പിക വെച്ചിട്ട് അല്ലാഹുവേ നീ ബർക്കത്ത് ചെയ്യണേ അല്ലാഹ്. അതും നിയ്യത്ത് ചെയ്യുമ്പോൾ ഉമ്മാന്റെ ഉപ്പാന്റെയും പേരിലായി കൊള്ളട്ടെ. കാരണം അതിനോളം പ്രതിഫലമുള്ള മറ്റൊരു അമൽ ലോകത്തില്ല എന്നാണ് പരിശുദ്ധ ദീനെ പഠിപ്പിച്ചിട്ടുള്ളത്. എന്തു കൊടുക്കുമ്പോഴും അവിടെ ഉമ്മാനിപ്പാനി ഓർക്കണം, അത് വേണം. കാരണം എന്താ, എന്റെ പോരയില് ഒരു മധുര പലഹാരം ഉണ്ടാക്കിയിട്ട് കഴിച്ചിട്ട് 2-3 ദിവസം കഴിഞ്ഞിട്ട് ഞാൻ ഫോൺ വിളിച്ചിട്ട് ഉമ്മാനോട് വർത്താനം പറയും. എന്തൊക്കെ ഉമ്മണ്ടമ്മ വിശേഷം എന്ന് ചോദിച്ചാൽ ഞാൻ പറയും, മോനെ 3 ദിവസം മുമ്പ് പായസം ഉണ്ടാക്കിയിട്ട് കുടിക്കുമ്പോഴാ നിന്നെ വല്ലാണ്ട് ഞാൻ ഓർത്തിട്ടുണ്ട്. കൊടുക്കുമ്പോഴും വാങ്ങുമ്പോഴും കഴിക്കുമ്പോഴും മക്കളെ ഓർക്കുന്ന ഒരേ ഒരു വിഭാഗം അത് മാതാപിതാക്കളാണ്. അതുകൊണ്ട് ഇവിടെയും നമ്മൾ അള്ളാനെ ഓർത്തിട്ട് കൊടുക്കുമ്പോൾ ജീവിച്ചിരിപ്പുള്ളവർക്ക് ദീർഘായുസ്സും ആഫിയത്തും കിട്ടണം. മരിച്ചുപോയവരുടെ ഖബറുകൾ പ്രകാശിപ്പിക്കണം. ആരാളുള്ളത്? ഉമ്മാന്റെ ഉപ്പാന്റെ പേരിൽ ദുആ ചെയ്യിപ്പിക്കുന്ന മക്കൾ അല്ലാഹുവേ നീ ബറക്കത്ത് ചെയ്യണേ അല്ലാഹ്. ലോകത്തൊരിക്കലും ഒരിക്കലും ഒരിക്കലും അവരെ നഷ്ടപ്പെടുത്തൂല എന്നുള്ളത് ഉറപ്പാണ്. അവർക്കൊരിക്കലും നഷ്ടം വരൂല. അല്ലാഹു മാതാപിതാക്കളെ സ്നേഹിച്ച മക്കളെ ഒരിക്കലും തളർത്തിയിട്ടില്ല, തകർത്തിട്ടില്ല. അല്ലാഹുവേ ഇത്തരം ആളുകൾക്ക് അർഹമായ പ്രതിഫലം നൽകണേ അല്ലാഹ്. ആരാളുള്ളത്? 2 പേരെ അവിടെ ഒന്ന് 3 ആൾ നോക്കണം. 3 പേരെ. അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്. ഇനി ആരുള്ളത്? ഉമ്മമാരെ കൂട്ടത്തിൽ ഒന്ന് നോക്കിയാട്ടെ. എന്തെങ്കിലും ഈ സദസ്സിൽ ദുആ ചെയ്യുന്നതിന് മുമ്പ് എന്റെ ഉമ്മാന്റെ ഉപ്പാന്റെ പേരിൽ ഒരു സ്വർണം എനിക്ക് കൊടുക്കണം ഇൻഷാ അല്ലാഹ്. അടുത്ത മജ്ലിസ് നൂറിൽ പോലും അത് ഉസ്താദ് ഓർത്തിട്ട് ദുആ ചെയ്യണം എന്നുള്ള നിയത്തോടെ, അല്ലെങ്കിൽ ഇവിടെയുള്ള ഉസ്താദുമാരൊന്ന് ഓർക്കണം എന്നുള്ള നിയത്തോടെ തീർച്ചയായും. കാരണം നിങ്ങളെ ഇറങ്ങിപ്പോകുന്ന സമയത്ത് നിങ്ങളുടെ കാതിലുള്ളതും നിങ്ങളുടെ കഴുത്തിലുള്ളതും നിങ്ങളുടെ കയ്യിലുള്ളതും ഓരോ ദിവസവും രാത്രിയിൽ ഉമ്മ സ്വപ്നം കണ്ടിട്ടുണ്ട് കല്യാണം കഴിക്കുന്നതിന് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ്. ഉമ്മാന്റെ കയ്യിൽ ഒരു വള ഉണ്ടായിരുന്നു. മോളെ കല്യാണത്തിന് മുമ്പ് അല്ലെങ്കിൽ ഉപ്പ ചിലപ്പോ പണയം വെക്കാനൊക്കെ ചോദിക്കുമ്പോ വിൽക്കാൻ വേണ്ടി പറയുമ്പോഴൊക്കെ ഉമ്മ പറയൽ എന്താ അറിയോ, ഇത് ഉണ്ടായിക്കോട്ടെ, ഒന്നുമില്ലെങ്കിൽ നമ്മളെ മോളെ കെട്ടിക്കുന്ന സമയത്ത് ഉപകാരപ്പെടുമല്ലോ. കാരണം നമ്മൾക്ക് പെമ്മക്കളല്ലേ ഉള്ളത്. സുബ്ഹാനല്ലാഹ്. ഇതൊക്കെ ഓർത്തിട്ട് നൽകിയ ഉമ്മാന്റെ പേരിൽ അല്ലാഹുവേ ഏതൊരു പെമ്മക്കളാണോ ആ ഉമ്മാനെ ഉപ്പാനെ ഓർത്തിട്ട് എന്തെങ്കിലും സ്വർണം ഇവിടെ തരാൻ ആഗ്രഹിക്കുന്നത് ആരാണോ നീ അനുഗ്രഹിക്കണേ അല്ലാഹ്. ഇവിടം വരെ വരുന്ന സമയത്ത് ഒരു പക്ഷേ അതിനെ കുറിച്ച് ആലോചിച്ചിട്ടുണ്ടാകൂല. അൽഹംദുലില്ലാഹ് ഇന്ന് ഉപ്പാനും ഉമ്മാനും പറ്റിയിട്ട് ഒരല്പം പറഞ്ഞപ്പോ എനിക്ക് തോന്നിപ്പോയി ഞാൻ ഉമ്മയെയും ഉപ്പയെയും സ്നേഹിക്കുന്ന മക്കളാകണമെന്ന്. അല്ലാഹുവേ താല്പര്യമുള്ളവരാരാണോ നീ അവരെ അനുഗ്രഹിക്കണേ അല്ലാഹ്, നീ അനുഗ്രഹിക്കണേ അല്ലാഹ്. അല്ലാഹുവേ മാതാപിതാക്കളെ ഓർത്തിട്ട് നൽകുന്ന ഏതു മക്കളാണോ ഉള്ളത് അവരെ അനുസരിക്കുന്നതും അവരെ ഓർക്കുന്നതുമായ മക്കളെ നീ ഖിയാമത്ത് നാൾ വരെ നിലനിർത്തണേ അല്ലാഹ്. ആരെങ്കിലും ഉണ്ടോ? വോളണ്ടിയേഴ്സ് ഉണ്ടോ? മദ്രസത്തെ കുട്ടികളെ പെൺമക്കൾ ആരെങ്കിലും ഉണ്ടോ? ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞാൽ മതി. സ്വർണം ഇൻഷാ അല്ലാഹ് ഇപ്പം കൊടുത്തേക്കാൻ പറ്റിയ പെണ്ണുങ്ങൾ ഉണ്ടെങ്കിൽ, ഞാനിത് തങ്ങളെ ചോദിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ തന്നെ. കാരണം തങ്ങൾക്ക് ഇനി മജ്‌ലിസ് നൂറിലേക്ക് കടന്നിലേക്ക് വരണം മതിയല്ലോ. പിന്നെ അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് ഇൻഷാ അല്ലാഹ് നാളുകളിലുള്ള വേദികളിൽ ദുആ ചെയ്യാൻ വേണ്ടിയും പടച്ചോനെ ഞാൻ ഇന്നലകളിൽ ഇതുപോലെ ഏറ്റെടുത്ത ആയിരക്കണക്കിന് വേദികളുണ്ട്. അല്ലാഹുവേ അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്. ഇന്ന് ഞാൻ എന്റെ നാട്ട് പള്ളിയിലെ റബീഉൽ അവ്വലിന്റെ ഒരു പരിപാടിക്ക് വേണ്ടി ഇറങ്ങിയപ്പോ അവിടെ ഒരു സഹോദരിയും അൽഹംദുലില്ലാഹ് ഇതേപോലെ സമയത്ത് അല്ലെ എന്നൊക്കെ അവിടെ നിന്ന് അരിക്കത്ത് ഊരി തന്നു. എന്താ ഇബ്രാഹിം അയക്കാന്റെ അല്ലേ? മാഷാ അല്ലാഹ്. അവിടുന്ന് ആ ഉമ്മാമ, ഞങ്ങൾ ഉമ്മാനെ വിളിക്കാം. ഞാൻ ഉമ്മയോട് പറഞ്ഞു ഞങ്ങൾക്ക് മഹല്ലിലാവുമ്പോ ഇവിടെയുള്ള ഉസ്താദന്മാർക്ക് നാട് വിട്ടിട്ട് ഇവിടെയൊക്കെ വന്ന് നിൽക്കുന്ന ആൾക്ക് കുറെ ഉമ്മാരുണ്ടാവും. അതങ്ങനെയാണ്. അപ്പൊ അതുകൊണ്ട് ഞങ്ങളൊരു ഉമ്മയാണ് വിളിക്കാം. അപ്പൊ ആ ഉമ്മ അൽഹംദുലില്ലാഹ് ചോദിച്ച പൂരി തന്നു. അതിന് മുമ്പും പല ആവശ്യങ്ങൾ പറഞ്ഞപ്പോഴും അൽഹംദുലില്ലാഹ് അവരെ സഹായിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ അൽഹംദുലില്ലാഹ് മറ്റു കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെ സഹായിച്ച ഒരുപാട് ആളുകൾ ഇന്നലകളിൽ അല്ലാഹുവേ നീ അനുഗ്രഹിക്കണേ അല്ലാഹ്. മിനിഞ്ഞാന്നൊരു പള്ളിയുടെ
പിരിവിന്റെ ആവശ്യം പറഞ്ഞിട്ട് ഒരു കുടുംബ സദസ്സ് ഇത്രയൊന്നും ആളുകളില്ല. എനിക്ക് തോന്നുന്നത് ഏകദേശം കുറച്ച് ആളുകൾ മദ്രസന്റെ അകത്ത് അടിയിലും മുകളിലെ കുറച്ച് പെണ്ണുങ്ങളും ആ സദസ്സിൽ വെച്ചിട്ട് പള്ളിയുടെ ആവശ്യം പറഞ്ഞപ്പോ 3-4 സഹോദരിമാര് മോതിരങ്ങൾ ഊരിത്തുന്നു. ഞാൻ ഓർത്തു പോവാണ്. അതുപോലെ ഒരുപാട് സഹോദരിമാര് കഴിഞ്ഞ 2-3-4 വർഷങ്ങൾക്ക് മുമ്പ് കൂവത്തിൽ, ഞാനിവിടെ ഹൈവേയിൽ വരുന്നതിന് മുമ്പ് കൂവത്തിൽ പരിപാടിക്ക് വന്നിട്ട് അവിടെ നിന്ന് ചോദിച്ചപ്പോ പാത്രത്തിൽ സ്വർണങ്ങൾ കൊടുത്തയച്ച ഉമ്മമാരുണ്ട്. അല്ലാഹുവേ നീ അനുഗ്രഹിക്കണേ അല്ലാ. ഇതുപോലെ ഇന്നലകളിൽ പങ്കെടുത്ത വേദികളിൽ മാതാപിതാക്കളെ ഓർത്തുകൊണ്ട് നൽകിയവരാരാണോ അവരോട് ഞാൻ പ്രോമിസ് ചെയ്തിട്ടുണ്ട് പോകുന്ന വേദികളിൽ ദുആ ചെയ്യുമെന്ന്. ഇന്നിവിടെയും ഞാൻ ഓർക്കുകയാണ്. അല്ലാഹുവേ നീ അനുഗ്രഹിക്കണേ അല്ലാ. അവർക്ക് ഖൈറിന്റെ വാതിൽ തുറന്നു കൊടുക്കണേ അല്ലാ. മരണപ്പെട്ടു പോയവരുടെ ഖബർ ജീവിതം നീ പ്രകാശപൂരിതമാക്കണേ അല്ലാ. ഒരു സഹോദരി അലിക്കത്ത് കൊടുത്തയച്ചിട്ടുണ്ട്. ഇനി കൊടുത്തേക്കാൻ താല്പര്യമുള്ളവരൊക്കെ ഉമ്മമാരൊക്കെ ഇൻഷാ അല്ലാഹ് പെട്ടെന്ന്, അല്ലെങ്കിൽ ഇൻഷാ അല്ലാഹ് ഉസ്താദ് നാളെ ഞാൻ കുട്ടികളെ കയ്യിൽ മദ്രസയിലേക്ക് കൊടുത്തയച്ചേക്കാം. സനദ് ഉസ്താദിന്റെ കയ്യിലോ അല്ലെങ്കിൽ നമ്മളെ ഇർഫാൻ ഉസ്താദിന്റെ കയ്യിലോ ആരെങ്കിലും കയ്യിൽ കൊടുത്താൽ മതി. ഇൻഷാ അല്ലാഹ് അനുഗ്രഹിക്കട്ടെ. അങ്ങനെ ഏറ്റെടുക്കുന്നവർക്ക് ഇൻഷാ അല്ലാഹ് ദുആ ചെയ്യും. അല്ലാഹുവേ നീ അനുഗ്രഹിക്കണേ അല്ലാ, നീ അനുഗ്രഹിക്കണേ അല്ലാ. ലോകത്ത് മാതാപിതാക്കളെ സ്നേഹിക്കുന്ന മക്കൾക്ക് നീ എന്തൊക്കെ കൊടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടോ അതെല്ലാം ഈ മക്കൾക്ക് നീ നൽകണേ അല്ലാ, നീ നൽകണേ അല്ലാ. ഇനി അങ്ങനെ സ്വർണം കൊടുക്കാൻ കഴിയാത്തവരാണെങ്കിൽ ഉസ്താദ് എന്റെ വക ഒരു 2000 ഞാൻ കൊടുക്കാം, അല്ലെങ്കിൽ ഓരോ മാസവും 500 രൂപ വെച്ചിട്ട് ഞാനൊരു 6000 രൂപ ഞാൻ കൊടുത്തേക്കാം. ഇൻഷാ അല്ലാഹ് അടുത്ത മജ്‌ലിസുൻ നൂർ നടക്കുന്നത് വരെ എന്റെ ഉമ്മാന്റെയും ഉപ്പാന്റെയും പേരിൽ ഓരോ മാസവും ഞാൻ ഹദിയ ചെയ്യുന്നവരായി മാറാം, ഞാൻ ദാനം ചെയ്യുന്നവരായി മാറാം. കിട്ടിയ സൗഭാഗ്യം എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ മറക്കാതെ ഇവിടെയുള്ളവര് ദുആ ചെയ്യും. ആലിമീങ്ങളും സാദാത്തീങ്ങളും നിങ്ങൾക്ക് ദുആ ചെയ്യും. അല്ലാഹുവേ നീ അനുഗ്രഹിക്കണേ അല്ലാ. ഉമ്മാന്റെയും ഉപ്പാന്റെയും പേര് പറയുമ്പോ ഒരു നിലക്കും പരിചയമില്ലാത്ത ലൈവിലൊക്കെ കണ്ടുകൊണ്ടിരുന്ന പലരും ഇന്നലകളിൽ ഞങ്ങൾ കാരണമായിട്ട് ദാനം ചെയ്തവരുണ്ട്, വിദേശത്ത് നിന്നൊക്കെ ഏറ്റെടുത്തവരുണ്ട്. അല്ലാഹുവേ നീ അനുഗ്രഹിക്കണേ അല്ലാ, നീ അനുഗ്രഹിക്കണേ അല്ലാ. അവർക്ക് ഖൈറിന്റെ വാതിൽ തുറന്നു കൊടുക്കണേ അല്ലാ. സലാസത്തുൻ 3 വിഭാഗം ആളുകൾ ഫീ ദില്ലിൽ അർശ്, അവർ അർശിന്റെ തണലിലാണ്, അർശിന്റെ തണലിലാണ്. യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ അവർ അർശിന്റെ തണലിലാണ്. ഹബീബായ നബി തങ്ങൾ പറയാണ്, ഒന്നാരാണ് വാസിലുർ റഹിമീ, കുടുംബ ബന്ധം ചേർക്കുന്നവരവര്. ഒന്നാമതായിട്ട് അല്ലാഹുവിന്റെ റസൂൽ എണ്ണിയിട്ടുള്ളവരെയാണ്. പ്രിയപ്പെട്ട പെങ്ങളെ, കണ്ണൂർ ജില്ലയിൽ ഒട്ടുമിക്ക കേസുകളോ ഭർത്താവിനെ ധിക്കരിക്കുന്ന ഭാര്യമാരുണ്ട്, അതേപോലെ തന്നെ വേണ്ടതുപോലെ ഭാര്യയെ സ്നേഹിക്കാത്ത ഭർത്താക്കന്മാരുണ്ട്. അതേപോലെ തന്നെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കുടുംബത്തിൽ ജ്യേഷ്ഠനെയും അനുജനെയും ആങ്ങളമാരും പങ്ങന്മാരും തമ്മിൽ പ്രശ്നങ്ങളിലാണ്, കുഴപ്പങ്ങളാ. സ്ഥലത്തിന്റെ പേരിൽ, വീടിന്റെ പേരിൽ, മറ്റോ സാമ്പത്തികതയുടെ പേരിൽ വേണ്ട. കുടുംബ ബന്ധം മുറിച്ചുകൊണ്ടൊരു വീട് പണഞ്ഞാൽ, കുടുംബ ബന്ധം മുറിച്ചുകൊണ്ട് എവിടെയെങ്കിലും സ്ഥലം വാങ്ങിയാൽ, കുടുംബ ബന്ധം മുറിച്ചുകൊണ്ട് മറ്റെന്തെങ്കിലും ഉണ്ടാക്കാൻ നമ്മൾ ആഗ്രഹിച്ചാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെ ഉയർത്തുകയില്ല, അതിൽ ബറക്കത്ത് ലഭിക്കുകയില്ല. ചെയ്യുന്ന അമാലുകൾ പോലും അല്ലാഹു ഖബൂൽ ചെയ്യുകയില്ല. ഈമാൻ പോലും നഷ്ടപ്പെടാൻ കാരണമായി തീരുന്നത് കുടുംബ ബന്ധം മുറിക്കലാണ്. അല്ലാഹു നമ്മൾക്ക് ബോധം തരട്ടെ. ഈ സദസ്സിൽ ആരെങ്കിലും പെങ്ങന്മാര്, രക്ഷിതാക്കൾ അവരവരുടെ കുടുംബത്തിൽ വെറുപ്പോടെ കഴിയുന്നവരുണ്ടെങ്കിൽ അല്ലാഹനെ ഓർത്തുകൊണ്ട് വത്തഖുല്ലാഹല്ലദീ തസാഅലൂന ബിഹി വൽ അർഹാം, കുടുംബ ബന്ധത്തെ നിങ്ങൾ സൂക്ഷിക്കണേ, അല്ലാഹനെ സൂക്ഷിക്കണേ. വത്തഖുല്ലാഹ്, അല്ലാഹനെ നിങ്ങൾ സൂക്ഷിക്കണേ.
വല്ലർഹാം, കുടുംബ ബന്ധങ്ങളെയും നിങ്ങൾ സൂക്ഷിക്കണേ. അത് സൂക്ഷിക്കപ്പെടേണ്ട ബന്ധമാണ്, അത് തകർക്കേണ്ടതല്ല, അവിടെ പൊരുതേണ്ടതല്ല, അവിടെ നമ്മൾ അകലേണ്ടതല്ല, അടുക്കേണ്ടതാണ്. പരിശുദ്ധ റസൂലുള്ളാഹ് രണ്ടാമത്തെ വിഭാഗത്തെ പറ്റി പറഞ്ഞു. ആർക്കാണ് അർശിന്റെ തണലെന്നറിയുമോ? വംറഅത്തും മാത സൗജുഹാ വതറക ഐതാമൻ ഫതഖൂമ അലൈഹിം ഹത്താ യുഗ്നിയഹുമുല്ലാഹു ഔ യമൂതൂ. ഭർത്താവ് മരിച്ചു, മക്കളൊക്കെ യതീമക്കളായി മാറി, എന്നാലോ ഭാര്യ വേറെ കല്യാണം കഴിച്ചില്ല. അവൾ മക്കൾക്ക് വേണ്ടി ജീവിച്ചു. അതേ അനാഥകളായി പോയ മക്കളുടെ ആവശ്യ നിർവഹണത്തിന് വേണ്ടിയിട്ട് ആ ഉമ്മാന്റെ ജീവിതം സമർപ്പിച്ചു. ആ ഭർത്താവിനെ ഓർത്തുകൊണ്ട് മക്കളെ വളർത്തിയിട്ട് അവർക്ക് വേണ്ടുന്നത് ചെയ്തു കൊടുത്ത ഉമ്മയുണ്ടല്ലോ, ആ ഉമ്മാക്ക് അർശിന്റെ തണലുണ്ടേ. ഏത് കാലഘട്ടത്താ ഇത് പറയുന്നത്? ഭാര്യയും ഭർത്താവും ഒരേ ബെഡ്റൂമിൽ ഒരേ മണിയറയിൽ കിടന്നുറങ്ങുമ്പോ ഭർത്താവ് ഉറങ്ങിയെന്ന് ഉറപ്പ് വരുത്തിയിട്ട് കാമുകന്റെ ഫോണിലേക്ക് മിസ്സടിച്ചിട്ട് കോള് ചെയ്ത ബാത്റൂമിൽ ചെന്ന് സംസാരിച്ചിട്ട് അവനെ വിളിച്ചു വരുത്തിയിട്ട് അതേ അവനും അവളുടെ കുടുംബവും വാങ്ങിക്കൊടുത്ത പണ്ടവും അവളുടെ കയ്യിൽ അവൻ കൊടുത്ത പണവും എടുത്തിട്ട് കാമുകന്റെ കയ്യും പിടിച്ചിട്ട് ഇറങ്ങിപ്പോകുന്ന നമ്മുടെ കൈ മണ്ണിൽ നിന്നുകൊണ്ടാ ഞാനിത് പറയുന്നത്. ക്ഷമ വേണ പങ്ങളെ, ക്ഷമ വേണ പങ്ങളെ. ഭർത്താവിന്റെ അസാന്നിധ്യത്തിൽ ക്ഷമിക്കുന്ന പങ്ങളെ, അല്ലാഹുവിന്റെ മലായികയുടെ പ്രാർത്ഥന നിങ്ങൾക്കുണ്ട്. അതേ ഭർത്താവിനെ വെച്ചിട്ട് വഞ്ചന കാണിക്കുന്ന പങ്ങളെ, മലായികയുടെ ശാപവും ഹൂറുല്ലീങ്ങളുടെ ശാപവും നിങ്ങൾക്കുണ്ട്. യാ ഓരോരോ നാടുകളിൽ നടക്കുന്ന രംഗങ്ങൾ നമ്മൾ അറിയുമ്പോ മനസ്സ് തകർന്നു പോവുകയാ, തളർന്നു പോവുകയാ. ഇന്നലകളിൽ തോന്നിയ ഒരു തമ്മാടിത്തരത്തിന്റെ പേരിൽ ഇന്നലകളിൽ ഒരു ചെറുപ്പക്കാരന്റെ കയ്യും പിടിച്ച് ഇറങ്ങിപ്പോയി. മക്കളെ ഓർത്തിട്ട് അവളങ്ങ് തിരിച്ചു വന്നപ്പോ ഭർത്താവും കുടുംബവും അവളെ തിരിച്ചെടുത്തു. സുബ്ഹാനല്ലാഹ്. അപ്പോഴും അവളുടെ വഞ്ചനയും ചതിയും മനസ്സിലാക്കാൻ ആ കുടുംബത്തിന് കഴിഞ്ഞില്ല. അറിയണേ, അതേ ഒരാഴ്ചയാകുന്നതിന് മുമ്പ് വീണ്ടും ആ വീട്ടിലുള്ള പണവും അതേപോലെ തന്നെ സ്വർണ്ണാഭരണങ്ങളും എടുത്തിട്ട് അവള് വീണ്ടും ആ കാമുകന്റെ കൂടെ ഇറങ്ങിപ്പോയ നമ്മുടെയൊക്കെ നാടുകളിൽ ഇത്തരം സംഭവങ്ങളൊക്കെ അരങ്ങേറുമ്പോ അറിയണേ പങ്ങളെ, ഒരു നേരത്തെ സുഖത്തിന് വേണ്ടിയിട്ട്, ഒരിത്തിരി സുഖത്തിന് വേണ്ടിയിട്ട്, ജീവിതത്തിന്റെയും ശരീരത്തിന്റെയും സുഖത്തിന് വേണ്ടിയിട്ട് അല്ലാഹനെ മറന്നുകൊണ്ട് ദുനിയാവിനെ അങ്ങ് സ്വീകരിക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഈ സുഖജീവിതം കുറെ കാലം നീണ്ടുപോവുകയില്ല. അല്ലെങ്കിൽ ഇവിടുന്ന് സുഖിച്ചാൽ തന്നെ ആഖിറത്തിൽ രക്ഷപ്പെടൂല. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഭർത്താവ് മരിച്ചിട്ട് മക്കൾക്ക് വേണ്ടിയിട്ട് ജീവിതം സമ്മാനിച്ച ഭാര്യ ആ മക്കളെ പോറ്റി വളർത്തിയിട്ട് അവളങ്ങ് മരിച്ചുപോയാൽ അല്ലാഹുവിന്റെ റസൂൽ എവിടെന്ന് പറയുകയും ചെയ്തിട്ടുണ്ട്, അങ്ങനെയുള്ള കുടുംബത്തിന് ഐശ്വര്യത്തിന്റെ കവാടം അല്ലാഹു തുറന്നു കൊടുക്കുന്നതാ. അങ്ങനെ ആ പെണ്ണ് മരിച്ചാൽ അവൾക്ക് നാളെ അർശിന്റെ തണലുണ്ട്, അർശിന്റെ തണലുണ്ട്. അല്ലാഹുവേ, അങ്ങനെ അറിയുന്ന പല കുടുംബവും തളിപ്പനമ്പിന്റെ പരിസരത്തുണ്ട്. ഞാൻ അറിയുന്ന കുടുംബം, അല്ലാഹുവേ നീ അവർക്ക് സന്തോഷം നൽകണേ അല്ലാ. മക്കള് മാത്രമാണ് ഉസ്താദേ എനിക്കാകെയുള്ള ആശ്രയം എന്ന് പറയുന്ന ഉമ്മമാരുണ്ട്. ഭർത്താവ് മരിച്ചപ്പോ വേറൊരു കല്യാണം എനിക്ക് വേണ്ട, എനിക്ക് അയാളെ അങ്ങ് മറന്നിട്ടൊരു ജീവിതം ഇനി വേണ്ട എന്ന് പറഞ്ഞ് ക്ഷമയോടെ ജീവിതം കൈകൊള്ളുന്ന എത്രയോ ഉമ്മമാരുണ്ട്. നീ അനുഗ്രഹിക്കണേ അല്ലാ. മൂന്നാമതായിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത്, വറജുലുൻ ഇത്തഖദ തുആമാ വദഅ ഇലൈഹിൽ യതാമാ വൽ മസാകീൻ. ഭക്ഷണം ഉണ്ടാക്കിയിട്ട് അതിലേക്ക് മിസ്കീന്മാരെയും യതീമക്കളെയും വിളിച്ചു വരുത്തിയിട്ട് പാവങ്ങൾക്ക് ഭക്ഷണം കൊടുത്ത പുരുഷൻ, പാവങ്ങൾക്ക് ഭക്ഷണം കൊടുത്ത കുടുംബക്കാർ, അവർക്ക് നാളെ അർശിന്റെ തണലുണ്ട്. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.
പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മഹ്ശറ ലോകത്ത് വിജയം വരിക്കുന്ന നഷ്ടപ്പെടുന്ന ആളുകളെ പറ്റിയൊക്കെ നമ്മൾ പറഞ്ഞു. വിശദീകരിക്കാനുള്ള സമയത്തിലല്ല നമ്മളുള്ളത്. ഇൻഷാ അല്ലാഹ് കഴിയുന്ന ആളുകൾക്ക് കഴിയുന്ന രൂപത്തിൽ ഉമ്മമാർ അവരവർക്ക് കഴിയുന്ന സംഖ്യകൾ ഏറ്റെടുത്തുകൊണ്ട് ഇതിൽ കടം വരാനും പാടില്ല. ഇൻഷാ അല്ലാഹ് അടുത്ത വർഷത്തേക്ക് വേണ്ടിയിട്ട് നമ്മൾ ഈ പരിപാടി ഇതേപോലെ ആസൂത്രണം ചെയ്യുന്ന സമയത്ത് സംഘാടകർക്ക് സന്തോഷത്തോടെ അങ്ങ് സ്വീകരിക്കാൻ കഴിയണം. എത്ര വലിയ പരിപാടിയാണെങ്കിലും സംഘടിപ്പിച്ചു കഴിഞ്ഞാൽ മുക്കോലയിലുള്ള ആളുകളെ സഹായിക്കുകയും ചെയ്യും, അവരെ സഹകരിക്കുകയും ചെയ്യും, അവരെ വിജയിപ്പിക്കുകയും ചെയ്യുന്നുള്ള വിശ്വാസം ഇൻഷാ അല്ലാഹ് നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെയൊക്കെ പരിപാടികൾ ഭംഗിയായി നടത്താൻ അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ.